അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മത്തി വ നബിയിർ റഹ്മ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, സഹോദര സഹോദരിമാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യർ ഹംസ റളിയല്ലാഹു അൻഹുവും ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന കാരണം ഖത്താബിൻ്റെ മകൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവും ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ആദ്യകാല വിശ്വാസികൾക്ക് വലിയ സഹായവും നേട്ടവുമായിരുന്നു. ഒളിവ് ജീവിതം നയിച്ചിരുന്ന അവർ പരസ്യമായി പുറത്തിറങ്ങാനും കഅബയുടെ ചാരത്ത് വന്ന് ഇബാദത്ത് കർമ്മങ്ങൾ നിർവഹിക്കാനും അവർക്ക് സാധിച്ചത് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷമാണെന്ന് സ്വഹാബി വര്യന്മാർ തന്നെ വിവരിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിശ്വാസികളും ഈ രണ്ടുപേരും ഇസ്ലാമിലേക്ക് കടന്നു വന്നതോടുകൂടെ സന്തോഷത്തോടുകൂടെ ഇസ്ലാമിക പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ശത്രുക്കളിൽ നിന്ന് ഒരുപാട് നേരിടേണ്ടി വന്നിരുന്ന വിശ്വാസികളിൽപ്പെട്ട പല ആളുകളും അബിസീനിയയിലേക്ക് ഹിജറ പോവുകയും മക്കയിലെ മുശ്രിക്കുകൾ, ശത്രുക്കളായ ആളുകൾ അവിടെ ചെന്നുകൊണ്ട് അവരെ പിന്തിരിപ്പിക്കാനും അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാനും അവിടെയുള്ള രാജാവിനോട് സംസാരിച്ച് അതെല്ലാം പാഴ്വേലയാണെന്ന് ബോധ്യപ്പെട്ട് തിരിച്ചു മടങ്ങി വരികയും ചെയ്ത സന്ദർഭത്തിൽ വിശ്വാസികളായ ആളുകളും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇസ്ലാമിക പ്രബോധനം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾക്ക് പ്രയാസമാണ്. അവർ വല്ലാതെ വേദനിക്കുകയാണ്. ഹിജ്റ പോയ മുസ്ലിമീങ്ങൾക്കും സന്തോഷമാണ്. പരസ്യമായി ഇതാ മക്കയിൽ പ്രബോധനം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ സന്ദർഭത്തിലാണ് മക്കയിലെ മുശ്രിക്കുകൾ എല്ലാവരും കൂടി ഒരു തീരുമാനത്തിലെത്തുന്നത്, അള്ളാഹുവിൻ്റെ ഹബീബിനെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇനി കൊന്നുകളയാം. പരസ്യമായി തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെ വധിക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. ഖുറൈശികളിൽപ്പെട്ട ഒരാളല്ലാത്ത മറ്റൊരാളെ അവരതിനെ ഏൽപ്പിക്കാൻ വേണ്ടി ചർച്ച ചെയ്യുകയും തീരുമാനിക്കുകയും, ഖുറൈശികളല്ലാത്ത മറ്റൊരാൾ മുഹമ്മദിനെ വധിക്കട്ടെ, എന്നിട്ട് നമുക്ക് സമാധാനത്തോടുകൂടെ ജീവിക്കാം, പരസ്യമായി തന്നെ ആവട്ടെ എന്നവർ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ വിവരം അള്ളാഹുവിൻ്റെ റസൂലിന് സംരക്ഷണം നൽകിക്കൊണ്ടിരുന്ന അബൂ താലിബിൻ്റെ കാതിലെത്തുകയാണ്. അദ്ദേഹം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വീണ്ടും സംരക്ഷണം നൽകുകയാണ്. അദ്ദേഹം തൻ്റെ കുടുംബക്കാരായ ബനു ഹാഷിമിനെയും ബനു മുത്തലിബിനെയും, അബ്ദുമനാഫ് എന്നവരുടെ രണ്ടു മക്കളായ ഹാഷിം എന്നവരുടെയും മുത്തലിബ് എന്നവരുടെയും മക്കൾ പരമ്പരയെ, അവരുടെ മക്കളെ എല്ലാവരെയും ആ ഗോത്രക്കാരെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിന് സംരക്ഷണം നൽകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അവരോട് ആവശ്യപ്പെടുകയാണ്. അവരിൽ നബിയെ കൊണ്ട് വിശ്വസിച്ചവരുണ്ട്, നബിയിൽ വിശ്വസിക്കാത്ത അവിശ്വാസികളും കാഫിറുകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാവരും തങ്ങളുടെ ഗോത്രമാണെന്ന് മനസ്സിലാക്കി തങ്ങളുടെ ഒരു കുടുംബ പ്രശ്നമാണിതെന്ന് കണക്കിലെടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ സംരക്ഷിക്കുകയാണ് ശിഅ്ബു അബീ ത്വാലിബിൽ വെച്ചുകൊണ്ട്. അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു മലഞ്ചെരിവിൽ അവരൊക്കെയും താമസിക്കുകയാണ്. നബി തങ്ങൾക്ക് സംരക്ഷണം നൽകിയിട്ട് ശത്രുക്കളായ മക്കയിലെ മുശ്രിക്കുകൾ പരസ്യമായി അള്ളാഹുവിൻ്റെ റസൂലിനെ വധിക്കാൻ വേണ്ടി തീരുമാനിച്ച സന്ദർഭത്തിൽ ബനു ഹാഷിമും ബനു മുത്തലിബും ആ സകലം അള്ളാഹുവിൻ്റെ റസൂലിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ മക്കയിലെ ഖുറൈശികൾക്ക് അതൊരു തിരിച്ചടിയായി മാറുകയാണ്. അവർ വീണ്ടും ആലോചിക്കുകയാണ്, എന്താണ് ഇനി ചെയ്യേണ്ടത്. അവരൊരു തീരുമാനത്തിലെത്തുകയാണ്, ബനു ഹാഷിമിനെയും ബനു മുത്തലിബിനെയും ഇനി ബഹിഷ്കരിക്കുക. അവർ പരസ്യമായൊരു കരാറിൽ ഏർപ്പെടുകയാണ്. മക്കയിലെ ഖുറൈശികൾ അവരെല്ലാവരും കൂടി ഒരു തീരുമാനത്തിലെടുത്തുകയാണ്, അലാ അല്ലാ യുനാക്കിഹൂഹും വലാ യതബായഊഹും, അവരുമായി ഒരു വിവാഹബന്ധമോ കച്ചവടമോ ഒരു സന്ധിയും അവരുമായി ഇനി നടത്തുകയില്ല. ബനു ഹാഷിമിനെയും ബനു മുത്തലിബിനെയും നമ്മൾ ബഹിഷ്കരിക്കുകയാണ്. അവരിൽ നിന്ന് ആരെയും നമ്മൾ വിവാഹം കഴിക്കുകയില്ല. നമ്മിൽ നിന്നൊരു സ്ത്രീയെയും അവരുടെ കുടുംബത്തിലേക്ക് വിവാഹം ചെയ്ത് അയക്കുകയുമില്ല. അവരുമായി ഒരു കച്ചവടം നടത്തുകയുമില്ല. കച്ചവടം ചെയ്യാൻ അവർ അനുവദിക്കുകയില്ല. ഇവിടെ വന്നുകൊണ്ട് കച്ചവട വസ്തുക്കൾ വാങ്ങാനും അവർ അനുവദിക്കുകയില്ല. ഒരു കരുണയും അവരോട് കാണിക്കുകയില്ല. ഒരു സന്ധിയിലും അവർ ഇനിയുമായി ഏർപ്പെടുകയുമില്ല എന്നവർ തീരുമാനിക്കുകയാണ്. ഇത് വാക്കിൽ അവർ അവസാനിപ്പിച്ചില്ല, അത് ലിഖിതമായി രേഖപ്പെടുത്തുകയാണ്. അവരെ എഴുതി വെക്കുകയാണ്. മൻസൂർ ബിൻ ഇക്രിമ എന്ന് പറയുന്ന ഒരാളാണ് ആദ്യമായത് എഴുതിയത്.
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ നടന്ന ഈ കരാർ എഴുതിയ ഇദ്ദേഹത്തിന്റെ കൈ ആ സമയത്ത് തന്നെ നഷ്ടപ്പെട്ടു പോവുകയും മരണം വരെ അദ്ദേഹത്തിന് ആ കൈ കൊണ്ട് മറ്റൊന്നും ചെയ്യാൻ ആ കൈ ഉപകരിച്ചില്ല, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തിയത് കാണാം. ഒരാളല്ല, ഒന്നിലധികം ആളുകൾ പല കോപ്പികളായി എഴുതിയതായി കാണാം. അവർക്കെതിരെ എല്ലാം അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കുകയും ചിലരെല്ലാം അവിശ്വാസികളായി തന്നെ വധിക്കപ്പെടുകയും അവരുടെ കൈകൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെതിരെ, ബനു ഹാഷിമിനെതിരെ, ബനു മുത്തലിബിനെതിരെ അവരെല്ലാവരും കൂടി തീരുമാനിച്ച ഈ തീരുമാനം ഒരു ലിഖിതമാക്കി വെക്കുകയും അത് കഅബയുടെ ചാരത്ത്, കഅബയുടെ ഉള്ളിൽ കൊണ്ടുപോയി അവർ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. അവരുടെ ആ തീരുമാനപ്രകാരം മക്കയിലെ മുശ്രിക്കുകൾ, ഖുറൈശികൾ ബനു ഹാഷിമിനെ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. നബി തങ്ങൾക്ക് സംരക്ഷണം നൽകിയവരെ അവരുമായി ഒരുവിധ കരാറിലും ഒരുവിധ സന്ധിയിലും അവർ ഏർപ്പെടുന്നില്ലെന്ന് മാത്രമല്ല 3 വർഷത്തോളം കാലം അവരെ ബഹിഷ്കരിക്കുകയാണ്. കച്ചവടം ചെയ്യാൻ അനുവദിക്കില്ല, കച്ചവട വസ്തുക്കൾ വാങ്ങാൻ അനുവദിക്കില്ല. മക്കയിലേക്ക് കച്ചവടവുമായി വരുന്ന ആളുകളെ എല്ലാം ഇവർ തടഞ്ഞു വെക്കുകയാണ്. അവർക്ക് കച്ചവടം, അവരോട് കച്ചവടം നടത്താനോ അവർക്ക് വിൽക്കാനോ അവരിൽ നിന്ന് വാങ്ങാനോ ഒന്നിനും സമ്മതിക്കാതെ വളരെ പ്രയാസത്തിൽ നീണ്ട 2-2.5-3 വർഷകാലത്തോളം അവിടെ തന്നെ കഴിഞ്ഞുകൂടുകയാണ്. വിശ്വാസികൾ മാത്രമല്ല, നബി തങ്ങളുടെ കുടുംബക്കാരായ അവിടത്തേക്ക് സംരക്ഷണം നൽകിയ ബനു ഹാഷിമും ബനു മുത്തലിബും ആസകലം അവിടെ തന്നെയാണ്. അബൂലഹബിനെ പോലുള്ള ഏതാനും ആളുകൾ അതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിലും കച്ചവടക്കാർ മക്കയിലേക്ക് വരുമ്പോൾ അവരിൽ നിന്ന് ഭക്ഷണം വാങ്ങാൻ വേണ്ടി ഈ ബനു ഹാഷിമും ബനു മുത്തലിബും വരുമ്പോൾ അബൂലഹബ് അത് തടയുകയാണ്. അവർക്ക് വിൽപ്പന നിഷേധിക്കുകയാണ്, തടയപ്പെടുകയാണ്. അവർ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ മക്കൾ, പിഞ്ചുവൈതങ്ങൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ, ദാഹം സഹിക്കാൻ കഴിയാതെ നിലവിളിച്ച് കരയുന്നത് പുറത്തേക്ക് പോലും കേൾക്കുമായിരുന്നത്രേ. ആ വിധത്തിൽ അവർ പ്രയാസത്തിലാണ്. കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഇലകൾ ഭക്ഷിച്ചുകൊണ്ടായിരുന്നവർ പലരും കഴിഞ്ഞിരുന്നത്. നീണ്ട 2-2.5-3 വർഷത്തോളം കാലം ഈ വിധം പ്രയാസത്തിൽ തന്നെയാ അവർ കഴിയുന്നത്. ആ ഇടക്കാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു വഹിയായി അറിയിക്കുന്നത് അവരെഴുതി വെച്ചിരുന്ന അവരുടെ ലിഖിതം, അവരെഴുതി വെച്ചിരുന്ന ആ കടലാസ് ചിതല് തിന്നിരിക്കുന്നു എന്നും ബിസ്മിക്കല്ലാഹുമ്മ എന്ന് പറഞ്ഞാണ് അവർ സാധാരണ എഴുതാറുള്ളത്. അവരുടെ വാക്യമായിരുന്നു അത്. ആ അള്ളാഹുവിനെ കുറിച്ചുള്ള നാമം, അള്ളാഹുവിന്റെ പേര് മാത്രം ചിതലു ഭക്ഷിക്കാതെ ബാക്കിയെല്ലാം ചിതല് തിന്നിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂലിന് വഹി അറിയിച്ചപ്പോ ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ താലിബിന്റെ അരികിലേക്ക് ചെന്ന് വിവരം പറയുകയാണ്. ഇങ്ങനെയാണ് വിവരമെന്ന് പറയുമ്പോ വസ്സവാക്കിബ് മക്കദബ്തനി കത്തു, സത്യം, നക്ഷത്രത്തെ തന്നെയാണ് സത്യം, നീ ഒരിക്കലും എന്നോട് കളവ് പറഞ്ഞിട്ടില്ല, ഞാനത് വിശ്വസിക്കുന്നു, അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഖുറൈശികളെ വിളിക്കുകയാണ്. ഈ കാര്യം അവരെ അറിയിക്കാൻ വേണ്ടി ഖുറൈശികളെ വിളിച്ചുകൊണ്ട് അബൂ താലിബ് പറയുന്നത്, നിങ്ങൾ എഴുതിയ ആ ലിഖിതത്തിലുള്ളതുപോലെ, നിങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ച ആ കരാറിലുള്ളതുപോലെയല്ല ഇപ്പോൾ നടക്കുന്നത്. കരാറിലില്ലാത്ത പലതും നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ലിഖിതം കൊണ്ടുവരണം, അതൊന്ന് വായിച്ചു നോക്കണമെന്ന് അവരോട് പറയുമ്പോൾ അവർ ആ ലിഖിതം എടുത്തുകൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ വെക്കുകയാണ്. ആ സമയത്ത് അവിടെ വെച്ചുകൊണ്ട് അവര് ആ സന്തോഷത്തോടുകൂടെയാണ് വന്നിരിക്കുന്നത്. അവര് കരുതിയിരിക്കുന്നത് അബൂ താലിബ് അല്ലാഹുവിന്റെ റസൂലിനെ ഇവർക്ക് വിട്ടുകൊടുക്കുമെന്നാണ്, കൊല്ലാൻ വേണ്ടി വിട്ടുകൊടുക്കുമെന്നാണ് അവർ കരുതിയിരിക്കുന്നത്. അബൂ താലിബ് ഈ എഴുത്ത് അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് പറയുന്നത്, നിങ്ങൾക്കറിയുമോ ഈ മുഹമ്മദ് പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തിന്റെ അള്ളാഹു വിവരം നൽകിയിട്ടുണ്ടെന്നാണ്. നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന നിങ്ങളുടെ ആ കടലാസ്, ആ ലിഖിതത്തിന്റെ എല്ലാ ഭാഗവും ചിതലു വന്ന് തിന്ന് നശിപ്പിച്ചിട്ടുണ്ടെന്നും ബിസ്മിക്കല്ലാഹുമ്മ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ആ നാമം മാത്രം അതിൽ ബാക്കിയായിട്ടുണ്ടെന്നും പറയുന്നു. അത് സത്യമാണ് എങ്കിൽ നിങ്ങൾ ഇത് അവസാനിപ്പിക്കണം, നിങ്ങളുടെ ഈ ബഹിഷ്കരണം നിർത്തണം. അല്ല എങ്കിൽ മുഹമ്മദിനെ നിങ്ങൾക്ക് ഞാൻ വിട്ടുതരാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് കൊല്ലണമോ എങ്കിൽ കൊല്ലാം, നിങ്ങൾ പോറ്റുകയാണോ എങ്കിൽ നിങ്ങൾ പോറ്റിക്കോളൂ, ഞാനതിന് തയ്യാറാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് നൽകിയ വിവരപ്രകാരം അബൂ താലിബ് പറയുമ്പോൾ അവർ സമ്മതിക്കുകയാണ്. അത് മതി, ഞങ്ങളത് സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരാ ലിഖിതം തുറന്നു നോക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ
അബൂ താലിബ് അവർക്ക് വിവരം നൽകിയതുപോലെ അതേ രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ ഭാഗവും ചിതൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ നാമം എവിടെയാണോ രേഖപ്പെടുത്തിയിരുന്നത് അതുമാത്രം അവിടെ അവശേഷിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഖുറൈശികൾ പറയുന്നത്, വല്ലാത്ത സിഹറാണല്ലോ മുഹമ്മദ് ചെയ്തിരിക്കുന്നത്, വല്ലാത്ത മാരണമാണിത്, മുഹമ്മദിന്റെ സിഹറിന്റെ ഭാഗമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അവർ വീണ്ടും അള്ളാഹുവിന്റെ റസൂലിനെ ആക്രമിക്കാൻ വേണ്ടി തുനിയുകയാണ്. ആ സമയത്താണ് 2 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞപ്പോഴാണ് പല ആളുകളും ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. ഖുറൈശികളിൽപ്പെട്ട ആളുകൾ തന്നെ ഈ ബഹിഷ്കരണത്തിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്. ഏതാണ്ട് 5 ആളുകൾ അതിനെതിരെ പരസ്യമായി വരികയാണ്. ഹിശാം ഇബ്നു അംർ എന്ന് പറയുന്നയാളും അബുൽ ബുഖ്തരി എന്ന് പറയുന്നയാളും സുഹൈർ എന്ന് പറയുന്നയാൾ തുടങ്ങിയിട്ടുള്ള 5ഓളം ആളുകൾ ഇതിനെതിരെ വരികയാണ്. അതരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവിന്റെ സഹോദരിയായ ആതിഖ റളിയല്ലാഹു അൻഹയുടെ മകൻ സുഹൈർ എന്നയാളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഹിശാം ഇബ്നു അംർ അന്ന് അദ്ദേഹം വിശ്വസിച്ചിട്ടില്ല, അവിശ്വാസിയായ ആളായിരുന്നു. അദ്ദേഹം ഇതിനെതിരെ വരികയാണ്. അദ്ദേഹത്തെ പോലുള്ള പല ആളുകളും ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ബനു ഹാഷിമും ബനുൽ മുത്തലിബും അവിടെ ബഹിഷ്കരിക്കപ്പെട്ട് കഴിയുന്ന സമയത്ത് ശത്രുക്കൾ അറിയാതെ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ നോക്കുന്ന പല സന്ദർഭങ്ങളിലും ഖുറൈശികൾ ഇത് കണ്ടിട്ടുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ ഇത് കാണുമ്പോൾ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു. ഇദ്ദേഹം പറയുന്നു, ഇനി ഞാൻ ആവർത്തിക്കില്ല എന്ന്. പിന്നെയും കാണുന്നു, പലതവണ കാണുമ്പോൾ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തെ കൊല്ലാൻ വരെ മക്കയിലെ മുശ്രിക്കുകൾ നോക്കിയ സമയത്താണ് അബൂ സുഫിയാൻ എന്നയാൾ കടന്നു വന്നുകൊണ്ട് പറയുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? റജുലുൻ വസല റഹിമഹു വ അഹ്ല, ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിനെ ബന്ധപ്പെട്ട ആളുകൾക്കുമല്ലേ അദ്ദേഹം ഭക്ഷണം നൽകുന്നത്. നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നത്? അദ്ദേഹത്തെ നിങ്ങൾ എന്തിനിടങ്ങേറാക്കണം? അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്ക് നൽകുന്ന ഭക്ഷണമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയാണ്. ഹക്കീം ഇബ്നു ഹിസാം എന്ന് പറയുന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹധർമ്മിണിയായിരുന്ന ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരപുത്രൻ ഹക്കീം ഇബ്നു ഹിസാം, അദ്ദേഹവും ഇവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കാറുണ്ടായിരുന്നു. അബൂജഹൽ ഒരിക്കൽ ഇത് കാണുകയാണ്. അദ്ദേഹം തടഞ്ഞു വെക്കുകയാണ്. മക്കയിൽ നിന്നെ ആകെ വഷളാക്കിയിട്ട് നിന്നെ പ്രയാസപ്പെടുത്തിയിട്ടല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോവുകയില്ല എന്ന് പറഞ്ഞ് ഹക്കീം ഇബ്നു ഹിസാം എന്നവരെ പ്രയാസപ്പെടുത്തുന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ട് വരുന്നത് അബുൽ ബുഖ്തരി എന്ന് പറയുന്നയാളാണ്. അദ്ദേഹം അവിശ്വാസിയാണ്. അവിശ്വാസിയായി തന്നെ മരണപ്പെട്ടു പോയയാളാണ്. ആ അബുൽ ബുഖ്തരി പറയുന്നത്, ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരിക്കുള്ള ഒരു ഭക്ഷണം ഇത് കൊണ്ടു കൊടുക്കുന്നതിന് നിങ്ങൾ എന്തിനു തടയണം? നിങ്ങൾ എന്തിനു തടയണം? ഖല്ലി സബീല, അദ്ദേഹത്തിന്റെ വഴി അങ്ങ് വിട്ടേക്കൂ. അദ്ദേഹത്തിന്റെ കുടുംബത്തിനുള്ള ഭക്ഷണമല്ലേ കൊണ്ടുപോകുന്നത് എന്ന് അബുൽ ബുഖ്തരി എന്നയാള് അബൂജഹലിനോട് പറയുമ്പോൾ പിന്നീട് ഇവർ തമ്മിൽ വാക്കേറ്റമാവുകയാണ്. അവർ തമ്മിൽ അടിപിടിയാവുകയാണ്. അവസാനം അബുൽ ബുഖ്തരി അവിടെ കണ്ടിരുന്ന ഒരൊട്ടകത്തിന്റെ എല്ലെടുത്തുകൊണ്ട് അബൂജഹലിനെ അടിച്ച് മുറിവേൽപ്പിച്ച സമയത്താണ് അബൂജഹൽ അതിൽ നിന്ന് മാറി നിന്നത്. ഇത്തരം സന്ദർഭങ്ങൾ ഏതാണ്ട് 3 വർഷകാലത്തോളം തുടർന്നതിന് ശേഷമാണ് ഹിശാം ഇബ്നു അംർ, സുഹൈർ തുടങ്ങിയ 5ഓളം ആളുകൾ ഇതിനെതിരെ തിരിയുന്നത്. ഹിശാം എന്നയാളാണ് ആദ്യം ഇദ്ദേഹത്തിന്റെ മനസ്സിലാ ഉദിക്കുന്നത്. ഇദ്ദേഹം സുഹൈർ എന്നവരുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് പറയുന്നു, നിങ്ങൾ ഇവിടെ ഭക്ഷണം കഴിക്കുന്നു, നിങ്ങൾ വിവാഹം കഴിക്കുന്നു, നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നു, നിങ്ങളുടെ കുടുംബക്കാരല്ലേ അവിടെ ബഹിഷ്കരിക്കപ്പെട്ട് കഴിയുന്നത്, ഭക്ഷണങ്ങളില്ലാതെ വസ്ത്രങ്ങളില്ലാതെ പ്രയാസപ്പെട്ട് കഴിയുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് സഹിക്കാൻ കഴിയുന്നത് എന്ന് സുഹൈറിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, റജുലുൻ വാഹിദ്, ഞാൻ ഒരാളല്ലേ ഉള്ളൂ, എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. അദ്ദേഹം മറ്റൊരാളുടെ അരികിലേക്ക് ചെല്ലുന്നു. അങ്ങനെ 5 പേരുടെ അരികിലേക്ക് ചെന്ന് 5 ആളുകളും തീരുമാനിച്ച് സുഹൈർ എന്നവർ പറയുന്നു, ഞാനാണ് ആദ്യം പരസ്യമായി പറയുക. പിറ്റേ ദിവസം അവർ നേരം പുലർന്നു മക്കയിൽ കഅബയുടെ ചാരത്തേക്ക് വന്നു. ഖുറൈശികളെല്ലാവരും ഇരിക്കുന്ന സദസ്സിലേക്ക് വന്ന് അദ്ദേഹം ആദ്യമായി പറയുകയാണ്, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, നിങ്ങൾ വെള്ളം കുടിക്കുന്നു, വസ്ത്രം ധരിക്കുന്നു, സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നു. ബനു ഹാഷിം അവിടെ നശിക്കുകയാണ്. വസ്ത്രങ്ങളില്ലാതെ, ഭക്ഷണമില്ലാതെ, വെള്ളം കുടിക്കാനില്ലാതെ ബഹിഷ്കരിക്കപ്പെട്ടുകൊണ്ട് കഴിയുകയാണ്. ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് അവരോടൊപ്പം ഹിശാം കൂടുന്നത്, മറ്റുള്ളവരും കൂടുന്നത്, അബുൽ ബുഖ്തരിയും കൂടുന്നത്. 5 പേരും കൂടുന്ന സമയത്താണ് അബൂജഹൽ പറയുന്നത്, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇതൊരിക്കലും ശരിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ചാടി എഴുന്നേൽക്കുമ്പോഴാ ഈ 5 പേരും പറയുന്നത്, ഇല്ല,
ഇനി ഇത് ഞങ്ങൾ അനുവദിക്കുകയില്ല, ആ കടലാസ് ഞങ്ങൾ തീർ നശിപ്പിക്കുകയാണ്, ആ കരാർ ഇവിടെ പൊളിക്കുകയാണെന്ന് പറഞ്ഞ് അവർ ചാടി എഴുന്നേറ്റുകൊണ്ട് പരസ്യമായി അവർ രേഖപ്പെടുത്തിയിരുന്ന ആ കരാർ, ആ കടലാസ് അവിടെ നിന്ന് മുറിക്കുകയാണ്. എല്ലാം അവിടെ നിന്ന് നശിപ്പിച്ചതിന് ശേഷം ഖുറൈശികൾ ഈ ബഹിഷ്കരണത്തിൽ നിന്ന് പിന്മാറുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിശ്വാസികളും നബി തങ്ങൾക്ക് സംരക്ഷണം നൽകിയ ബനൂ ഹാഷിമും ബനൂ മുത്തലിബും അവിടെ നിന്ന് പുറത്തേക്ക് വരികയാണ്. ആ പ്രയാസത്തിൽ നിന്ന് അവർ നീങ്ങി അള്ളാഹുവിന്റെ ഹബീബ് ആ പ്രയാസത്തിലായിരിക്കുമ്പോൾ ബഹിഷ്കരിക്കപ്പെട്ട് കഴിയുമ്പോഴൊക്കെയും പരസ്യമായി രാപ്പകൽ ഭേദമന്യേ ഇതൊന്നും വകവെക്കാതെ, ഇതൊന്നും ഒരു പ്രയാസമായി കാണാതെ പരസ്യമായി തന്നെ ഇസ്ലാമിക പ്രബോധനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ബഹിഷ്കരണത്തിൽ നിന്ന് മാറി അള്ളാഹുവിന്റെ റസൂലും വിശ്വാസികളും പുറത്തേക്ക് വന്ന് ഇസ്ലാമിക പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലേക്ക് വല്ലാത്ത രണ്ട് ദുഃഖങ്ങൾ കടന്നു വരുന്നത്. രണ്ട് വല്ലാത്ത പ്രയാസം, നബിയെ വേദനിപ്പിച്ച, നബിയെ വല്ലാതെ ദുഃഖിപ്പിച്ച, വല്ലാതെ വേദനിപ്പിച്ച രണ്ടു സംഭവങ്ങൾ കടന്നു വരുന്നത് ഇൻഷാ അല്ലാഹ് വിവരിക്കാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.